നാടിന്റെ നാവുന്ന നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർത്തോസ്. ഇന്ന് നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് കൊടുക്കുന്നത്. ഒന്ന് ചക്ക വിശേഷമാണ്. ചക്ക വിശേഷമല്ല പ്രധാന കാരണം, ഒരു ഗവൺമെന്റ് LP സ്കൂള് ചക്ക ദിനത്തിൽ അവിടെയുള്ള രക്ഷകർത്താക്കളായ വീട്ടമ്മമാർ അവരും കുട്ടികളും എല്ലാം കൂടി ചേർന്ന് വൈവിധ്യമാർന്ന 45 ഐറ്റത്തോളം ചക്ക വിഭവങ്ങളുണ്ടാക്കി അത് കുട്ടികൾ പാട്ടുപാടി ആസ്വദിച്ച് കഴിക്കുന്ന, ആഹ്ലാദിക്കുന്ന, ആഘോഷിക്കുന്ന രംഗം. രണ്ട്, നമ്മുടെ പ്രിയ കഥാകാരി മാധവിക്കുട്ടിയും പ്രിയ കഥാകാരൻ ബഷീറിനെയും, വൈക്കം മുഹമ്മദ് ബഷീറിനെയും അനുസ്മരിക്കുന്ന നല്ലൊരു അനുസ്മരണമാണ് വനിതാ സാഹിതിയുടെ രണ്ട് വാർത്തകളും ഒപ്പം മറ്റു കൊച്ചു വാർത്തകളും. നമുക്ക് വാർത്തകളിലേക്ക്. അമ്മമാരെത്തി കാക്കുളം ഗവൺമെന്റ് LP സ്കൂളിൽ ചക്ക വിഭവങ്ങൾ ഒരുങ്ങി. സ്കൂൾ വളപ്പിലെ ചക്ക കൊണ്ട് വ്യത്യസ്ത വിഭവങ്ങൾ ഉൾപ്പെടുത്തി കുട്ടികൾക്കായി ഉച്ചഭക്ഷണം ഒരുക്കി കാക്കുളം ഗവൺമെന്റ് LP സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും. അന്തർദേശീയ ചക്ക ദിനാഘോഷത്തിന്റെ ഭാഗമായി അമ്മമാർ ഒറ്റക്കെട്ടായി വിഭവങ്ങൾ ഉണ്ടാക്കാൻ പിന്തുണയുമായി സ്കൂൾ ഉച്ചഭക്ഷണ കമ്മിറ്റിയുടെയും രക്ഷകർത്തൃ സമിതിയുടെയും നേതൃത്വത്തിൽ നൽകി രാവിലെ തന്നെ സ്കൂളിലെത്തിയ 15ഓളം അമ്മമാരാണ് വിഭവങ്ങൾ. ചക്ക വിഭവങ്ങൾക്കൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളുടെ വക മീൻകറിയുമുണ്ടായി. ഷാജി ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർ നാടു കോടിയിൽ കൊല്ലം CEO ആന്റണി പീറ്റർ, യൂണിയൻ ഓഫീസർ ചന്ദ്രലേഖ, PTA പ്രസിഡന്റ് അദോൾസൻ, പ്രഥമാധ്യാപകൻ കണ്ണൻ ഷൺമുഖം, സ്റ്റാഫ് സെക്രട്ടറി ജേമിനി എന്നിവർ സംസാരിച്ചു. GVT ചാക്കോ, നദീറ ബീഗം, ബിന്ദു, മിനിമോൾ, അർച്ചന, അശോക്, വിനു തുടങ്ങിയവർ നേതൃത്വം നൽകി. കളിക്കന്റെ കുഞ്ഞേ പൂമരം പോലെ നീ ആട്, പൂഴി കളിക്കന്റെ കുഞ്ഞേ പൂമരം പോലെ നീ ആട് കണ്ണേ. പിള്ളേർക്ക് ചക്ക കട്ടി വലിക്കുവാൻ കിട്ടി, ചട്ടമ്പി പിള്ളേർക്ക് ചക്ക, ചട്ടമ്പി പിള്ളേർക്ക് ചക്ക, മുഴുമുഴുത്തൊരു ചക്ക, ഒരു ചക്ക, മുഴുമുഴുത്തൊരു ചക്ക, തേനൂന്നൊരു ചക്ക. ആദ്യം വരുവാ കഴുകി അരിഞ്ഞ് ശർക്കരപ്പാനി ഒഴിച്ച് ഏലക്കയും നെയ്യും ഇട്ട് നല്ലോണം ഇളക്കുക. ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ചക്ക വരട്ടി. ആദ്യം പഴുത്ത ചക്ക നന്നായി കഴുകി അരിഞ്ഞു വെക്കണം. ശേഷം ശർക്കരപ്പാനി ചൂടാക്കി അതിലേക്ക് ചേർത്ത് നല്ലവണ്ണം ഇളക്കണം. അതിലേക്ക് ഏലക്കാപ്പൊടിയും നെയ്യും ഒഴിച്ച് നല്ലവണ്ണം വരട്ടിയെടുക്കുന്നതാണ് ചക്ക വരട്ടി. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും.
ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ശില്പശാലയും അനുസ്മരണവും നടത്തി. വനിതാ സാഹിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ത്രീലോകം നവലോകം എന്ന വിഷയത്തിൽ ശില്പശാലയും മാധവക്കുട്ടി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി സീതമ്മാൾ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് വീണ സജീവ് നിയമാവലി അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ GS ശൈലാമണി, വീണ ചന്ദ്രാബ്രാക്ഷൻ, ഡോക്ടർ പ്രിയ, പി ലീല, അഡ്വക്കേറ്റ് ജസന്ന, വസന്തകുമാരി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാന പ്രസിഡന്റ് PS ബിന്ദു അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ നാടക സമിതിയുടെ നേതൃത്വത്തിൽ മാധവിക്കുട്ടിയുടെ കോലാട്, ബഷീറിന്റെ ഒരു മനുഷ്യൻ എന്നീ കഥകളുടെ ദൃശ്യാവിഷ്കാരവും നടന്നു. തുടർന്ന് കലാപരിപാടികളും അവതരിപ്പിച്ചു. വിദ്യാസുന്ദരൻ, രാജി തിരുവാതിര എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് TG ചന്ദ്രകുമാരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി D വിമല സ്വാഗതവും G സുശീല നന്ദിയും പറഞ്ഞു. ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം. പ്രിയ കഥാകൃത്തുക്കൾ ബഷീർ, മാധവിക്കുട്ടി എന്നിവരുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിക്കുന്ന 2 ലഘു നാടകങ്ങൾ. പകരം വയ്ക്കാൻ കഴിയാത്ത കഥയുടെ സുൽത്താനായ ബഷീറിന്റെയും സുൽത്താനയായ മാധവിക്കുട്ടിയുടെയും 2 ചെറുകഥകളുടെ ദൃശ്യാവിഷ്കാരമാണ് ഇവിടെ നടത്തുന്നത്. എന്താണോ നിങ്ങൾ തപ്പുന്നത്? ചേട്ടൻ പേഴ്സ് കണ്ടില്ലട്ടോ. അത് പോക്കറ്റെടുത്ത് നോക്കുന്നു. ആ വേറെ കയ്യിലിരിക്കട്ടെ. ചേട്ടൻ സത്യമായിട്ടോ പറഞ്ഞത്? പേഴ്സ് കാണുന്നില്ല. ഞാനേ കൊറേ കണ്ടതാ. മര്യാദക്ക് ചേട്ടാ മര്യാദക്ക് പൈസ വെച്ചിട്ട് പോടാ. പൈസ എടുത്തിട്ടില്ല. പൈസ എടുക്കാൻ പറ്റത്തില്ല. പോകാൻ വരട്ടെ. ഈ പോയാൽ തിരിച്ചെടുമെന്ന് എനിക്ക് വിശ്വാസമില്ല. എന്റെ വാച്ചും ഷൂ ഒക്കെ ഊരി ഇവിടെ വയ്ക്കും. കണ്ടാലോ നമുക്ക് വാങ്ങി കയ്യിലാണെങ്കിൽ നയാ പൈസ സത്യം എടുക്കാൻ പറഞ്ഞു. തിരിച്ചു വരണം. ഞാൻ പോയി പൈസ ഇല്ല, നടക്കത്തില്ല, പോകാൻ പറ്റത്തില്ല. എന്റെ പുട്ട് ഞാൻ ചേട്ടാ എന്നെ അടിയിലൊന്നും ഇട്ടിട്ടില്ല. ഒരു മനുഷ്യനോട് ചെയ്യട്ടെ കഷ്ടപ്പെടുത്തുന്നത് ഒരു മാറ്റം വേണം. മനസ്സിലായോ? ഓശാരത്തിലല്ല, ഞങ്ങളാരും ഓശാരത്തിലല്ല കഴിക്കാൻ വരുന്നത്. പക്ഷേ മനുഷ്യനായ ഒരു അന്തസ് കാണും. സാധാരണ എന്റെ 150 രൂപ ഇവിടെ 4 തൈരായിട്ട് സാറിന്റെ കാശ് ഞാൻ കൊടുത്തിട്ടുണ്ട്. കഷ്ടം തന്നെ. സുഹൃത്തെ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ പേരെന്താണ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല. നാടും ഇല്ല. ഒരു രക്ഷകനായിരിക്കും പേരല്ലേ? ആയിരിക്കും അല്ലേ? വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് രക്ഷിച്ചാലല്ലേ അപ്പോഴത്തെ അങ്ങനെ പേര് രക്ഷകൻ. സന്തോഷം സാർ. പക്ഷെ താങ്കളുടെ കാര്യം എന്റെ പേഴ്സ് അപ്പൊ സാറിനോട് എനിക്ക് കാര്യം സംസാരിക്കാനുണ്ട്. ഞങ്ങൾ പോയിട്ട് ഇപ്പൊ വരാം. ഓക്കെ.
This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimudikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഷാജി എൻ കരുൺ അനുസ്മരണം. പുരോഗമന കലാ സാഹിത്യ സംഘം കുണ്ടർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോകപ്രശസ്ത സിനിമാ സംവിധായകൻ ഷാജി എൻ കരുണിനെ അനുസ്മരിച്ചു. ഏരിയ പ്രസിഡന്റ് വി സുശീല അധ്യക്ഷത വഹിച്ചു. സിനിമാ നിരൂപകനും നാടക പ്രവർത്തകനുമായ ആർ ശ്രീരാജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഏരിയ സെക്രട്ടറി വി സിന്ധുരാജ്, കവി പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, പി ജോസഫ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പിറവി എന്ന സിനിമയുടെ പ്രദർശനവും നടന്നു. പുരസ്കാരങ്ങളൊക്കെ അദ്ദേഹത്തിന് ലോകത്ത് മറ്റ് രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ നാട് അദ്ദേഹത്തിന് വേണ്ടത്ര ആദരവ് കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയം എല്ലാ കാലത്തും ഞാൻ പുലർത്തുന്നുണ്ടായിരുന്നു. എന്റെ കുട്ടിക്കാലത്ത് ഇവിടെ ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. മിടുക്കന്മാരായ ഇപ്പം വലിയ അവാർഡൊക്കെ വാങ്ങിപ്പോയ കുട്ടികൾ. അങ്ങനെ ഒരു കുട്ടിയായിരുന്ന സമയത്ത് ഏകദേശം ഈ പ്രായത്തിൽ പോലും അവാർഡ് പടങ്ങളെന്ന് എഴുതിത്തള്ളി ഒരു കാലഘട്ടത്തിൽ ദൂരദർശനിൽ വരുന്ന ഇദ്ദേഹത്തിന്റെ പടങ്ങളേക്ക് ആറുമുഷിപ്പൻ എഴഞ്ഞു നീങ്ങുന്ന ആഖ്യാനങ്ങൾ ഇതൊന്നും കാണാൻ ആരാണ് വന്നിരിക്കുന്നത് എന്ന് കരുതിയ ഒരാളായിരുന്നു ഞാൻ. ഏറെക്കാലം ഒരു വിദ്യാർത്ഥിയായിരുന്ന കാലഘട്ടത്തിൽ എന്ത് മുഷിപ്പൻ പഠനമാണ് ഈ സൃഷ്ടി വെച്ചേക്കുന്നത്, ഇതൊക്കെ കാണാൻ ആയിരിക്കും എന്ന് ചിന്തിച്ചിടത്ത് നിന്ന് ഇന്ന് ഷാജി എൻ കരുണിനെ ഏറെ ആരാധനയോടെ അനുസ്മരിക്കുന്ന ഒരു തലത്തിലേക്ക് ഞാൻ എത്തിയെങ്കിൽ അത് എന്നെ സഹായകമായത് ഗ്രന്ഥശാലകൾ തന്നെയാണ്. എന്റെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MAD CVN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. കണക്ട് കുണ്ടറ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. PC വിഷ്ണുനാഥ് MLA മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ വികസന പദ്ധതിയായ കണക്ട് കുണ്ടറയുടെ മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. യോഗം നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. PC വിഷ്ണുനാഥ് MLA അധ്യക്ഷത വഹിച്ചു. കുണ്ടറ മണ്ഡലത്തിലെ +2 SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ചടങ്ങിൽ ഉമ്മൻചാണ്ടി എക്സലൻസ് അവാർഡ് സിനിമാ സംവിധായകനും കലാസംവിധായകനുമായ ജ്യോതിഷ് ശങ്കറിന് സമ്മാനിച്ചു. വികാസ് CEO അഖിൽ കുര്യൻ, കുണ്ടറ AEO ശശിധരൻ പിള്ള, ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ പോൾ ആന്റണി എന്നിവർ സംസാരിച്ചു. കോളേജിൽ വെച്ച് ബഹുമാനായ കേരളത്തിന്റെ സ്പീക്കർ AN ഷംസീറാണ് കണക്ട് കുണ്ടറയുടെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. ആ വർഷം മുതൽ CUT ക്ലബ്ബുകൾ ഹയർ സെക്കൻഡറി പ്രവർത്തിപ്പിച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റി പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നു. പെരുന്നാട് സ്കൂളിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഇത് മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾക്കും മാതൃകയാക്കാം എന്ന് പറഞ്ഞപ്പോൾ നമുക്കേറെ ചരിതാർത്ഥ്യമുണ്ടായി, നമുക്കേറെ അഭിമാനമുണ്ടായി. ആ അഭിമാന ബോധത്തിൽ നിന്നാണ് 4ാം വർഷവും നമ്മൾ കുട്ടികളെ ആദരിക്കുന്ന ഈ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. ഞാൻ അവിടെ ബിബിൻ ജോർജ് ഞാൻ നമ്മൾ 2 മണിക്ക് തന്നെ വന്നു. കാരണം ഇത്രയധികം കുട്ടികൾക്ക് ഈ ആദരവ് എടുക്കേണ്ടതാണ്. സമയം വൈകാതെ നിൽക്കാൻ വേണ്ടി. പക്ഷെ അപ്പോഴേക്കും കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം താഴെ വെയിറ്റ് ചെയ്തു.
അപ്പോൾ നമ്മുടെ ശിഹാബിൻ്റെ മകള് ശിഹാബുമായിട്ട് വന്നു. അപ്പോൾ ശിഹാബ് പറഞ്ഞൊരു കാര്യം വലിയ സന്തോഷമുണ്ടാക്കി. മുൻപത്തെ വർഷങ്ങളിൽ ശിഹാബിൻ്റെ കൂടെ മകൾ ഈ ചടങ്ങിൽ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് കണ്ടിട്ട് ഇവിടെ കയറി ഒരു അവാർഡ് വാങ്ങണമെന്ന വാശിയിൽ പഠിച്ചാണ് ഫുൾ A+ വാങ്ങിയത് എന്ന് നമ്മോട് പറഞ്ഞത്. നമ്മൾ ഈ നടത്തുന്ന അധ്വാനങ്ങൾക്ക് വലിയ ഫലമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ബിപിൻ ജോർജിനെയൊക്കെ ഇത്രയും തിരക്കുള്ള ആളുകൾ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല, ഒരു ചിരി ബമ്പർ ചിരിയൊക്കെ എല്ലാ ദിവസവും കാണുന്ന പ്രേക്ഷകരാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ സിനിമ കൂടുതൽ നല്ല നിലയിൽ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നും അദ്ദേഹത്തെ വിളിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ഔചിത്യക്കേടുണ്ട്. എങ്കിലും ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മുടെ കുട്ടികൾക്കൊരു അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങിന് അങ്ങനെ ഒരു വലിയ മാനം ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം സമ്മർദ്ദം ചെലുത്തി ഇവിടേക്ക് വരാൻ പറഞ്ഞത്. ഞാൻ ചെറുതായിട്ട് ഒരു അധ്യാപകനായിരുന്നു. കൈയടിച്ചോളൂ. അവിടെ ഇരിക്കണൊരു ചേച്ചി ഒറ്റ ചിരി, ഇവരാണ് അധ്യാപകരാണ്. അമ്മച്ചിയാണ് ഞാൻ അധ്യാപകനായിരുന്നു. അതായത് എറണാകുളം ഗേൾസ് സ്കൂളിൽ 2 കൊല്ലം ഹിന്ദി ഐച്ഛിക വിഷയത്തിൽ ഞാൻ അധ്യാപകനായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ BA, MA, MPhil, B.Ed ഒക്കെ കഴിഞ്ഞ ഒരാളാണ്. കാണാൻ ലുക്കിൻ്റെ എന്നും പറഞ്ഞ് എന്നോടൊന്നും ഹിന്ദി ചോദിക്കരുത് കുച്ച് നെഹി മാലും. കാരണം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് 10 കൊല്ലത്തിന് മുകളിലായി. എറണാകുളം ഗേൾസ് സ്കൂളിലായിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ എല്ലായിടത്തും അധ്യാപകനാണെന്നുള്ള കാര്യം അങ്ങനെ പറയാറില്ല. പക്ഷെ ഇവിടെ പറയണമെന്ന് എനിക്ക് തോന്നിയത്, എൻ്റെ ആഗ്രഹം എപ്പോഴും സിനിമയിൽ വരണമെന്നായിരുന്നു. എൻ്റെ കുഞ്ഞുനാൾ പോലുള്ള ആഗ്രഹം. അന്ന് എനിക്ക് ഈ വയ്യായ്മ ഉണ്ടെന്നുള്ള കാര്യം പോലും എനിക്ക് അറിയാത്ത പ്രായത്തിൽ ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് നടനാവണം, നായകനാവണം. അതിൻ്റെ പുറകെയായിരുന്നു ഞാൻ വർഷങ്ങളോളം. അതിന് വേണ്ടിയിട്ട് ഞാൻ കലാഭവനിൽ പോയി, അവിടെ കലാഭവനിൽ പഠിച്ചു. പിന്നീട് ഞാൻ അവിടെ അധ്യാപകനായി. എല്ലാത്തിൻ്റെയും ആഗ്രഹം ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും സിനിമയിൽ വരണം. കാരണം സിനിമ ഒരു ഗ്ലാമർ ലോകമാണ്. ഈ കാണുന്ന ഭംഗിയൊന്നും സത്യത്തിൽ അതിനില്ല. കാരണം ബാലികേറ മലയാണ്. അതിലൊരു കുഞ്ഞു വേഷം കിട്ടാൻ പോലും, ഒരു ഡയലോഗ് കിട്ടാൻ കൊതിക്കുന്ന 10-40 കൊല്ലമായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ജീവിക്കുന്ന ആളുകളുള്ള നാടാണിത്. അവിടെ എന്നെ പോലൊരാൾക്ക് എങ്ങനെ എൻട്രി ഉണ്ടാവും എന്നുള്ള എൻ്റെ സ്വയം ചോദ്യത്തിൽ നിന്നാണ് ഞാനൊരു റൈറ്ററായിട്ട് മാറിയതും അതൊരു ബ്രിഡ്ജാക്കി വെച്ച് ഞാൻ എഴുത്തിൽ
പെൻഷനേഴ്സ് യൂണിയൻ കൺവെൻഷൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പെരുമ്പഴ യൂണിറ്റ് കൺവെൻഷൻ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി യശോദ ഉദ്ഘാടനം ചെയ്തു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പ്രസിഡന്റ് എ രാജചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൗൺസിൽ അംഗം പ്രൊഫസർ JV പണിക്കർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ആർ രവീന്ദ്രൻ നായർ അംഗത്വ വിതരണം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന അംഗങ്ങളെ ജില്ലാ കമ്മിറ്റി അംഗം G രാമചന്ദ്രൻ പിള്ള ആദരിച്ചു. ബ്ലോക്ക് ട്രഷറർ G രാജൻ പിള്ള, വൈസ് പ്രസിഡന്റ് G തുളസീധരൻ പിള്ള, യൂണിറ്റ് സെക്രട്ടറി N ജയന്തൻ, N തുളസീദാസൻ പിള്ള, T ചന്ദ്രിക, SS ശിവപ്രസാദ്, Y റോബർട്ട് എന്നിവർ സംസാരിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ കൺവെൻഷൻ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുണ്ടറ യൂണിറ്റ് കൺവെൻഷൻ ബ്ലോക്ക് പ്രസിഡന്റ് R രവീന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. അംഗത്വ വിതരണം ബ്ലോക്ക് സെക്രട്ടറി G രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കൗൺസിൽ അംഗം പ്രൊഫസർ JV പണിക്കർ, ജില്ലാ കമ്മിറ്റി അംഗം S പ്രേംകുമാർ, യൂണിറ്റ് സെക്രട്ടറി K ശ്യാമപ്രസാദ്, CN സൂസമ്മ, അനീബ് R ഓണമ്പലം എന്നിവർ സംസാരിച്ചു. V സാംബശിവനെ അനുസ്മരിച്ചു. വെള്ളിമൺ മഹാത്മജി വിലാസൻ ലൈബ്രറിയിൽ വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കഥാപ്രസംഗത്തിന്റെ കുലപതി V സാംബശിവൻ അനുസ്മരണം നടത്തി. സീരിയൽ സിനിമാ നടൻ AK ആനന്ദ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് R രംഗനാഥൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ബിജു ഹരിദാസ്, സെബാസ്റ്റ്യൻ, ശുഭപ്രദീപ്, V ജോൺ, അംബിക ബാബു എന്നിവർ സംസാരിച്ചു. പഠനോപകരണ വിതരണം പെരുമ്പുഴ ഗ്രാമോദ്ധാരണ സർവീസ് സഹകരണ ബാങ്ക് സഹകാരികളുടെ മക്കൾക്ക് അനുമോദനവും പഠനോപകരണവും നൽകി. കേരള സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ S നസീബ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് N തുളസീദാസൻ പിള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി V ദിനേശ് കുമാർ, ഇളമ്പുള്ളൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S ജയകുമാരി, L പത്മകുമാർ എന്നിവർ സംസാരിച്ചു. നാട്ടുവട്ടം വാർത്തകൾ എന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ പുറത്തിറക്കിയിട്ടുള്ള 19ാമത്തെ ഹ്രസ്വചിത്രം ടിഷ്യൂ പേപ്പർ ഇപ്പോൾ കുറച്ചധികം സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. കാണാത്ത സുഹൃത്തുക്കളൊക്കെ ഇന്ന് തന്നെ യൂട്യൂബിൽ കയറി ടിഷ്യൂ പേപ്പർ ഒന്ന് കാണണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നിങ്ങൾ ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ നിങ്ങളൊരു കഥാപാത്രമാണോ, ആണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ ഇനിയും സമയമുണ്ട്, മനുഷ്യനാകാൻ ഇനിയും സമയമുണ്ട്. തീർച്ചയായിട്ടും ആ കരുതലും മനുഷ്യസ്നേഹവും ഒക്കെ പുതിയ തലമുറയിൽ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് നാളെ രാത്രി വീണ്ടും പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെയും നാട്ടുവട്ടം ടീമിന്റെ സ്നേഹം, ആദരം.